ഈ വെഞ്ഞാറമൂട് കൊലക്കേസിൽ ഇന്നൊരു നിർണായകമായ ദിവസമാണ്. കാരണം പ്രതി അഫാനെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് ഇപ്പോൾ. അഞ്ജു ജയപ്രകാശിന്റെ വിവരങ്ങളുമായിട്ട്. അഞ്ജു, ഇന്നത്തെ ഈ തെളിവെടുപ്പ് ഏറെ നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. കാരണം അഫാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ തെളിയിച്ചെടുക്കുക, ആ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ കൃത്യം വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് രീതിയാണോ അവിടെ നടക്കുന്നത്? വിവരങ്ങൾ പറയാം അഞ്ജു. പെരുമലയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലത്തീഫിന് കൊലപാതകം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ താഴെയുള്ള ഒരു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടായിരുന്നു പ്രതി തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുൾപ്പെടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വീട്ടിന്റെ പരിസരത്തേക്ക്, ഇപ്പോൾ വീട്ടിന്റെ പുറത്ത് ആണ് പോലീസ് പ്രതിയുമായി തിരച്ചിൽ നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളും കാണാം. വീടിന് വലതുവശത്താണ് ഇപ്പോൾ പ്രതിയുമായി തിരച്ചിൽ നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളും കാണാം. വീടിന് വലതുവശത്താണ് ഇപ്പോൾ പ്രതിയുമായി ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതി അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലത്തീഫ് നിരന്തരമായി കുത്തുവാക്കുകൾ പറയുന്നതിൽ വലിയ തരത്തിൽ മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ തങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചത് ലത്തീഫാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ച് കൊലപ്പെടുത്തിയതെന്നും അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ സോഫയിൽ ലത്തീഫിന് എതിർവശത്ത് വന്ന് ഇരുന്നതിന് ശേഷമാണ് അഫാൻ ബാഗിൽ നിന്ന് ചുറ്റികയെടുത്ത് മാരകമായി അടിച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആ ബഹളം കേട്ടിട്ടാണ് ഈ ലത്തീഫിന്റെ ഭാര്യ സജിത ബീവി ഓടി വരുന്നത്. കണ്ട് നിലവിളിച്ച് വീട്ടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ഓടുമ്പോഴാണ് ഈ സജിത ബീബിയെയും പുറകിൽ പോയി ഓടി അടിച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആ സമയമാണ് ലത്തീഫിൻ്റെ മൊബൈൽ ഫോൺ നിരന്തരമായി റിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കേണ്ട, ഉപയോഗിക്കേണ്ട എന്ന തരത്തിൽ ആയിരുന്നു പ്രതിക്ക് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആ മൊബൈൽ ഫോൺ കൈക്കലാക്കി പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് അഫാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സമീപത്തെ ഒരു കാട്ടിലേക്ക് അത് വലിച്ചെറിയുകയായിരുന്നു. ഇപ്പോൾ സജിത ബീബിയോട് തനിക്ക് യാതൊരുവിധ വൈരാഗ്യവും ഇല്ലായിരുന്നു എന്നും ഈ സംഭവം പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സജിത ബീബിയും കൊലപ്പെടുത്തിയതെന്നും ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ ഈ പ്രതി പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ലത്തീഫിന് ഏകദേശം ചിട്ടി ഈ അഫാൻ്റെ ഉമ്മയുമായി ബന്ധപ്പെട്ട് ചില ചിട്ടി ഇടപാട് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുൾപ്പെടെ വലിയ തരത്തിൽ കൊടുക്കാനുള്ള ഒരു ബാധ്യതയായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുൾപ്പെടെ ലത്തീഫ് വലിയ തരത്തിൽ കുടുംബത്തോട് മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കടം വീട്ടാൻ ഈ പ്രതി നിൽക്കുന്ന വീടും സ്ഥലവും ഉൾപ്പെടെ വിൽക്കണം എന്ന് പറഞ്ഞതും ലത്തീഫാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ തരത്തിൽ തനിക്ക് മനപ്രയാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും ജോലി ചെയ്തെങ്കിലും കടം വീട്ടണമെന്നുൾപ്പെടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ഒരു തരത്തിലും സഹായം നൽകാനോ മറ്റ് കാര്യങ്ങൾ സഹായം നൽകാൻ ഇടപെടാതെ ഇത്തരത്തിൽ നിരന്തരം കുത്തുവാക്കുകൾ പറഞ്ഞത് എപ്പോഴും മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പ്രതി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 85,000 രൂപയോളം ഈ ഷെമിക്ക് കടമുണ്ടായിരുന്നു ലത്തീഫിന് നൽകാൻ എന്നാണ് ഈ പോലീസിനോട് ഈ അഫാൻ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പേരുമലയിലെ ഈ വീട്ടിൽ ഈ കൊലപാതകത്തിന് ശേഷം പ്രതി എത്തിയതിനു ശേഷമാണ് സ്വന്തം സഹോദരനെയും ഒപ്പം തന്നെ ഈ പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നത്. അതിനാലാണ് ഈ സംഭവ സ്ഥലത്ത് നിന്ന്, ലത്തീഫിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഈ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കിളിമാനൂർ SHO ആണ് ഈ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും കൊലപാതകം സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. 3 ദിവസത്തേക്കാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ വീട്ടിൻ്റെ പുറകുവശത്ത് നിന്ന് പ്രതിയെ കൊണ്ട് പോലീസ് മുന്നിലോട്ടേക്ക് വരുന്നുണ്ട്. ഇനി വീട്ടിനകത്തേക്ക് വീട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറിയിട്ടുള്ള പരിശോധനയ്ക്ക് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് പ്രതിയുമായി പോലീസ് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ, അതായത് നേരത്തെ തന്നെ സൽമാ ബീബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള
സംഭവ വികാസങ്ങളുമായി ഈ പ്രതിയെ തെളിവെടുപ്പിന് വെഞ്ഞാറമൂട്ടെ ചില കടകളിൽ ഉൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലത്തീഫിനെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ 2 സ്ഥലങ്ങളിലാണ് തെളിവെടുപ്പ് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ലത്തീഫിന്റെ വീട്, മറ്റൊന്ന് പെരുമലയിലെ ഈ പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ശരി 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 അഞ്ജു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ എത്തിച്ചുള്ള തെളിവെടുപ്പാണ് അവിടെ പുരോഗമിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.